ധർമ്മസ്ഥലയിൽ ഭൂമി കുഴിച്ചുള്ള പരിശോധനയിൽ ട്വിസ്റ്റ്. പോയിന്റ് 11 തെരച്ചിൽ പകുതി പിന്നിട്ടപ്പോൾ നിർത്തിവെച്ച് ശുചീകരണ തൊഴിലാളിയെയും കൊണ്ട് SIT സംഘം വനത്തിനകത്തേക്ക് നീങ്ങി. 11ലും 12ലുമാണ് പരിശോധന നടത്തേണ്ടതെന്നിരിക്കെ മാർക്ക് ചെയ്യാത്ത ഇടങ്ങളിലേക്ക് പരിശോധന വ്യാപിപ്പിച്ചതിൽ അവ്യക്തത നിലനിൽക്കുന്നു. വനത്തിനകത്ത് മാർക്ക് ചെയ്ത ഇടങ്ങളിലെ പരിശോധന കഴിഞ്ഞ ദിവസം പൂർത്തിയായതാണ്. നിലവിലെ SITയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു വിവരവും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. പോയിന്റ് 13ന് സമീപത്തും തെരച്ചിൽ പുരോഗമിക്കുകയാണ്. KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി ധർമ്മസ്ഥലയിൽ നിന്ന്. ബൈജു, ഈ ധർമ്മസ്ഥലയിലെ തെരച്ചിലൊരു അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നു. അതായത് 12, 13, 11, 12, 13 സ്ഥലങ്ങളിൽ പരിശോധന തെരച്ചിൽ നടക്കുമ്പോൾ അപ്രതീക്ഷിതമായി ചില നീക്കങ്ങൾ SITയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. ഈ ശുചീകരണ തൊഴിലാളിയുമായി വനത്തിനകത്തേക്ക് കൊണ്ടുപോയെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം കാണുമല്ലോ. എന്തെങ്കിലും സൂചനകൾ അവിടെ നിന്ന് ലഭ്യമായിട്ടുണ്ടോ? ടോമെ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. എന്തുകൊണ്ട് 11ൽ നിന്നും ഇത്തരത്തിൽ പരിശോധന നടത്തുന്നതിനിടെ പകുതി വഴിക്ക് നിർത്തി എല്ലാവരും വനത്തിനകത്തേക്ക് പോകുന്ന ഒരു കാഴ്ച ഇപ്പോൾ കാണാൻ സാധിക്കുന്നു. അത് അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. എന്തെങ്കിലും ഇത്തരത്തിൽ മനുഷ്യ അസ്ഥികൂടമോ മറ്റോ അവിടുന്ന് ലഭിച്ചിട്ടുണ്ടോ? അതല്ല, പരിശോധന മാർക്ക് ചെയ്യാത്തൊരു സ്ഥലത്തേക്ക് എന്തിനാണ് ഈ സംഘം മുഴുവൻ ഇപ്പോൾ കാട്ടിലേക്ക് ഈ വനത്തിനകത്തേക്ക് കയറി എന്ന തരത്തിലൊരു അവ്യക്തത തുടരുകയാണ്. 11ൽ പരിശോധന നടത്തുന്നുണ്ട്, 12ലും പരിശോധന നടത്തുന്നുണ്ട്. 13 പക്ഷേ നാളെ ആയിരിക്കും. അത് നേത്രാവതി പുഴയുടെ ഓരത്തുള്ള ഈ സ്നാനഘട്ടയ്ക്ക് സമീപമാണ്. അവിടെ വളരെ നിർണായകമാണ്. കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ സംസ്കരിച്ചു എന്ന് പറയുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ 13. പക്ഷേ ഈ 11ൽ ഇത്തരത്തിൽ പകുതി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കെ എന്തുകൊണ്ട് മുഴുവൻ സംഘങ്ങളും ശുചീകരണ തൊഴിലാളിയെ കൊണ്ട് ഈ വനത്തിനകത്തേക്ക് പോയി എന്ന കാര്യത്തിൽ ഒരു വലിയ അവ്യക്തത തുടരുന്നു. എന്തായാലും വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും സമയങ്ങളിൽ അതിന്റെ ഒരു കൃത്യമായി നമുക്കൊരു ചിത്രം കിട്ടും. എന്നാലും നിലവിൽ ഇപ്പോൾ ഈ 10 പോയിന്റുകളിൽ പരിശോധന മുഴുവൻ പൂർത്തിയായിരിക്കുന്നു. ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ ഒരു വിവരവും SIT പുറത്തു വിട്ടിട്ടില്ല. ക്യാമറ കണ്ണുകളിലൂടെ കണ്ട ഈ 6ാം പോയിന്റ്, അവിടെ ഈ മനുഷ്യന്റെ അസ്ഥികൂടം ലഭിച്ചത് ഒഴിച്ചാൽ മറ്റ് സ്ഥലങ്ങളിൽ ഒരു വിവരവും ഇപ്പോൾ മാധ്യമങ്ങൾക്ക് പങ്കുവച്ചിട്ടില്ല. പ്രത്യേകിച്ച് മാധ്യമങ്ങളെ ഈ പ്രദേശത്ത് കയറ്റി വിടുന്നില്ല. മറ്റ് സ്ഥലങ്ങളെല്ലാം ഇത്തരത്തിൽ മറച്ചു വെച്ചുകൊണ്ടും വനത്തിനകത്തുമായിരുന്നു എല്ലാ സ്പോട്ടുകളും. അതുകൊണ്ട് തന്നെ കൃത്യമായ വിവരങ്ങളൊന്നും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അത് തന്നെയാണ് ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. നാളെ 13ാം പോയിന്റിൽ, അതായത് ആദ്യഘട്ടം എന്ന നിലയിൽ 13 ഇടങ്ങളിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ 13 ഇടങ്ങളിലെ പരിശോധന പൂർത്തിയായാൽ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി ഒരുപക്ഷെ വാർത്താ സമ്മേളനത്തിൽ ഇത്തരത്തിൽ വ്യക്തമാക്കിയായിരിക്കും. അത് ഒരുപക്ഷെ ബംഗളൂരുവിലായിരിക്കും. DGP ആണ് ഈ സംഘത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ DGPയുടെ നേതൃത്വത്തിലായിരിക്കും ഇത്തരത്തിലുള്ള ഒരു വിശദീകരണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ സൂചിപ്പിച്ച 6ാം പോയിന്റിൽ നിന്നും ലഭിച്ച മനുഷ്യ അസ്ഥികൂടം, അത് ഒന്നിലധികം പേരുടെ അസ്ഥികൂടം ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ടോ? ഇത് എത്ര വർഷത്തെ പഴക്കമുണ്ട്? അത്തരം കാര്യങ്ങൾ അറിയേണ്ട ഫോറൻസിക് പരിശോധനാ ഫലം അത് വളരെ നിർണായകമാണ്. ഒരു പക്ഷേ ആ ഫോറൻസിക് പരിശോധനാ ഫലം അത് ഇന്നോ നാളെയോ ലഭിച്ചേക്കാം. അതും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഏതായാലും ഇനി തുടർ നീക്കങ്ങൾ എന്താണ്, SITയുടെ തുടർ നീക്കങ്ങൾ എന്താണ്, അതാണ് ഉറ്റുനോക്കുന്നത്. ധർമ്മസ്ഥലയിലെ ഈ കൂട്ടക്കൊലപാതക പരമ്പര വെളിപ്പെടുത്തലിൽ ഇനി SIT 14ാം നമ്പർ എന്ന് പറയുന്ന വളരെ നിർണായകമായ ഒരു ഉന്നത വ്യക്തിയുടെ എസ്റ്റേറ്റിനകത്താണ് ആ പോയിന്റ് വരുന്നത്. അവിടെ മാർക്ക് ചെയ്യാൻ തുടങ്ങിയിരുന്നു. പക്ഷേ കോടതിയുടെ ഉത്തരവോടുകൂടി മതി എന്ന ഒരു തീരുമാനമെടുക്കുകയും പിന്നീട് അത് പിൻവാങ്ങുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ നാളെ 13ാമത്തെ പോയിന്റ് കൂടി പൂർത്തിയാകുന്നതോടുകൂടി ഇനി ഇത്തരത്തിൽ പുതിയ ഇടങ്ങളിൽ അടയാളപ്പെടുത്തുന്ന ഒരു കാര്യം അത് ഇനി SIT പരിഗണിക്കുമോ? അതല്ല, ഇത്തരത്തിൽ ഭൂഗർഭ റഡാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ എത്തിച്ച് ഇപ്പോൾ അതേ സ്ഥലങ്ങളിൽ അതെന്തായാലും അറിയേണ്ട കാര്യം തന്നെയാണ്. കാരണം കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധന നടത്തേണ്ടതാണ്. ഏകദേശം ഈ സമീപ കാലയളവിൽ ഈ 30 വർഷ കാലയളവിൽ ഏകദേശം 450ഓളം പേരുടെ തിരോധാനം ഈ ധർമ്മസ്ഥലയും പരിസര പ്രദേശങ്ങളുമായി ഉണ്ടായതാണ്. 100ലധികം പേരെ താൻ മൃതദേഹം കുഴിച്ചുമൂടി എന്ന് മുൻ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയതുമാണ്. പക്ഷെ ഇവിടെ 13 സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ സ്പോട്ട് പോയിന്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റ് സർക്കാർ ഭൂമിയുണ്ട്, സർക്കാർ ഭൂമിക്കപ്പുറം ഈ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഭൂമിയുണ്ട്, മറ്റ് സ്വകാര്യ ഭൂമിയുണ്ട്. അവിടെയൊക്കെ പരിശോധന നടത്തേണ്ടതുണ്ട്. പക്ഷേ ഇതുവരെയും ഈ സംഭവമായി തെരച്ചിലുമായി ബന്ധപ്പെട്ട് 3ാം ദിവസം കണ്ടെത്തിയ അസ്ഥികൂടത്തിനപ്പുറം മറ്റെന്തൊക്കെ കാര്യങ്ങൾ അവിടെ നിന്നും, അല്ലെങ്കിൽ മനുഷ്യാസ്ഥികൾ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ശരീരഭാഗങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം ഒരു രഹസ്യ സ്വഭാവമാണ് അന്വേഷണ സംഘം കാത്തു സൂക്ഷിക്കുന്നത്.
നിർണായകമായിട്ടുള്ള തെളിവുകൾ ഈ സ്ഥലങ്ങളിൽ നിന്നും ലഭ്യമായിട്ടുണ്ടോ? എന്തെങ്കിലും സൂചനകളുണ്ടോ ബൈജു? ടോമെ, നിലവിൽ ഒരു സൂചനയും ഇത്തരത്തിൽ ലഭിക്കുന്നില്ല. നമുക്ക് ആകെ ഉള്ളത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 6-ാം നമ്പർ എന്ന് പറയുന്ന 6-ാം പോയിന്റ് അത് കൃത്യമായി ക്യാമറയിലൂടെ കാണുന്നുണ്ടായിരുന്നു. മറുകരയിൽ ഇരുന്ന്, നേത്രാവതി പുഴയുടെ മറുകരയിൽ ഇരുന്ന് കൃത്യമായി ദൃശ്യങ്ങൾ പകർത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് ആ സംഭവം പുറത്തു വന്നത്. അതും ഇതുവരെ SIT സ്ഥിരീകരിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചുവെന്നോ ലഭിച്ചിട്ടില്ല എന്നോ SIT ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം ഇതിലെ തുടക്കത്തിൽ തന്നെ അത് സൂചിപ്പിച്ചതാണ്, ഇതിൽ രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് ഈ അന്വേഷണം നടക്കുന്നത്. ഒരുപാട് തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട്. അത്രയും ഗൗരവമായ ആരോപണമാണ്. ഇതിന് മറുവശത്ത് ഇരിക്കുന്നത്, അതായത് ഇതിൽ ആരോപണ വിധേയരായിരിക്കുന്നത് ഇവർക്ക് ഉന്നത അധികാരമുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ച് ഇപ്പോൾ കിട്ടിയ അസ്ഥികൂടം, അതായത് മനുഷ്യന്റെ അസ്ഥികൂടം, അതിന്റെ ഫോറൻസിക് പരിശോധനാ ഫലമൊക്കെ എടുത്ത് കൃത്യമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് SIT ആലോചിക്കുന്നത്. നിലവിൽ SIT യിൽ തന്നെ ഒരു ഉദ്യോഗസ്ഥനെതിരെ ആരോപണം ഉയർന്ന സാഹചര്യം കൂടി ഉണ്ടായി. ഏത് സമയത്തും ഒരു അട്ടിമറി ഉണ്ടായേക്കാം, അതല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം അവസാനിപ്പിച്ചേക്കാം. അങ്ങനെയൊക്കെ ദുർബസ്ഥലത്ത് നിന്നും അത്തരത്തിലുള്ള ഒക്കെ ഓരോ വിവരങ്ങളും ഓരോ മണിക്കൂറുകളിലും ഓരോ സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് ഈ ഒരു അവ്യക്തതയുള്ളത്, എന്തുകൊണ്ട് ഈ സംഘം ഈ ശുചീകരണ തൊഴിലാളിയും കൊണ്ട് ഈ വനത്തിനകത്തേക്ക് പോയി എന്നതാണ്. ഇനി മറ്റേതെങ്കിലും മാർക്ക് ചെയ്യാത്ത ഇടത്ത് ഇത്തരത്തിൽ കുളിച്ച് പരിശോധിക്കാനാണോ ഈ വനത്തിനകത്ത്? നമുക്കൊരു പ്രവേശനമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇവിടെ നിന്നുള്ള കൃത്യമായ കാര്യങ്ങൾ, ഈ വനത്തിനകത്ത് പോയതുകൊണ്ട് തന്നെ കൃത്യമായ കാര്യങ്ങൾ ഇപ്പോൾ വിവരങ്ങൾ ലഭിക്കാത്തത്. അതല്ല, 11-ാം പോയിന്റിൽ നിന്നും എന്തെങ്കിലും ഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ടോ, അതുമായി ഈ വനത്തിനകത്ത് പോയതാണോ? ഏതായാലും വിവരങ്ങളൊന്നും പുറത്തു പോകരുതെന്ന് ഈ 6-ാമത്തെ പോയിന്റിൽ നിന്നും ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നതോടുകൂടി ഇപ്പോൾ SIT കൂടുതൽ ജാഗ്രത പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ചുറ്റും മറകെട്ടി പുറത്തു നിന്നും കാണാൻ കഴിയാത്ത രീതിയിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇനിയിപ്പോൾ ഇന്ന് ഒരു 11:30 കൂടിയാണ് എത്തിയത്. ഇന്ന് 2 പോയിന്റ് പരിശോധിക്കാനാണ് സാധ്യത. ഒരു പക്ഷേ ഈ വനത്തിനകത്ത് നിന്ന് എപ്പോഴാണ് ഇവർ തിരിച്ച് പുറത്തേക്ക് വരുന്നതെന്ന് അറിയില്ല. വന്നാൽ തന്നെ 2 പോയിന്റ്, പിന്നെയും ഒരു പോയിന്റ് 13 വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, ഏറ്റവും മാർക്ക് ചെയ്തിട്ടുള്ള ആദ്യഘട്ടത്തിലെ ഏറ്റവും അവസാനത്തെ പോയിന്റ് 13 പോയിന്റ്. ആ പോയിന്റിൽ കൂടി പരിശോധന നടത്തി ഒരു പക്ഷേ ഇനി എന്തെങ്കിലും കൂടുതൽ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം SIT ഇതിൽ ഒരു തീരുമാനമെടുക്കാനാണ് സാധ്യത. നാളെ ഒരു പക്ഷേ ഇത് പൂർത്തിയായതിനു ശേഷം ഒരു കൂടിയാലോചന ഉണ്ടാകും. ടോമെ, ഇതിനിടയിൽ തന്നെ ഒരുപാട് പരാതികൾ പുതുതായി രംഗത്ത് വരുന്നുണ്ട് എന്നാണ്. കുറെ പേർ പരാതിയുമായി രംഗത്ത് വരുന്നുണ്ട്. അതും ഇത്തരത്തിലാണ്, രഹസ്യ സ്വഭാവത്തിലാണ്. പരാതികൾ നൽകുന്നവരുടെ വിവരങ്ങൾ മറ്റും പുറത്തുവിടുന്നില്ല. അങ്ങനെ ബെൽത്തങ്ങാടിയിൽ പരാതി വന്നിട്ടുണ്ട്. 20 വയസ്സായ ഒരു പെൺകുട്ടിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഒരു പരാതി വന്നിട്ടുണ്ട്. മറ്റൊരു അസ്വാഭാവിക മരണം, അങ്ങനെ ഒരു മരണത്തിന് പരാതി വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്കറിയുന്നതിന് 1-2 ബൈജു, കാരണം നമുക്കറിയാം ഇവിടെ പരസ്യമായി പരാതിയുമായി രംഗത്തെത്തിയത് അനന്യ ഭട്ടിന്റെയും സൗജന്യയുടെയും കുടുംബം മാത്രമാണ്. അവരിപ്പോഴും നീതി തേടി അല്ലെങ്കിൽ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. പക്ഷേ ഇത്രയധികം തിരോധാനങ്ങൾ ഉണ്ടായിട്ടും ഒരു ദുരൂഹ മരണങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുമ്പോഴും